Hi, I am Roger Stews, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination base ചെയ്തിട്ട് ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി ക്യാമ്പസുകളിലേക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അഡ്മിഷൻ്റെ സെക്കൻഡ് റൗണ്ടിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഈ സെപ്റ്റംബർ 24 മുമ്പായി സെക്കൻഡ് റൗണ്ടിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ ഡോക്യുമെൻസുമായി ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ മുഴുവൻ നാം ചെക്ക് ചെയ്യേണ്ടത്, പ്രോസ്പെക്ടസുകൾ റീഡ് ചെയ്യേണ്ടത് vciadmissions.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഓരോ കാൻഡിഡേറ്റ്സും ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുത്തിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവരവരുടെ പ്രൊഫൈൽ പേജിലൂടെ ചെക്ക് ചെയ്ത് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസോ കോഴ്സോ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിൻ്റെയും കോഴ്സിൻ്റെയും നെയിം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നമുക്കറിയാം, ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി ക്യാമ്പസുകളുടെ 15% സീറ്റിലേക്കാണ് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ 2 ക്യാമ്പസാണുള്ളത്, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് വയനാടും. ഈ 2 ക്യാമ്പസിൻ്റെയും 15% സീറ്റും ഫില്ല് ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ഈ മുഴുവൻ സീറ്റുകളിലേക്ക് ഉള്ള അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് റിസൾട്ടാണ്, അലോട്ട്മെൻറ്റാണ് ഈ സെപ്റ്റംബർ 20 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുത്ത് ക്യാമ്പസിൽ ജോയിൻ ചെയ്യുക. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന്, വെറ്റിനറി കൗൺസിലിങ്ങിന് നമുക്കറിയാം 2 അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേതൊന്നുള്ളത് സ്ട്രേ വേക്കൻസിയാണ്. ഈ സ്ട്രേ വേക്കൻസിയോടുകൂടി ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി സ്ട്രേ വേക്കൻസിയിൽ നാം എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതിൻ്റെ ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ ഏതൊക്കെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ വർഷം ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടറിലെ 15% സീറ്റിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് ഫില്ല് ചെയ്തപ്പോൾ 78,175 ഈ റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ വെറ്റിനറിയുടെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 1,13,585 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇപ്പോൾ ലാസ്റ്റ് റാങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ 2 ക്യാമ്പസ്, നമ്മുടെ തൃശ്ശൂരുള്ള മണ്ണുത്തി ക്യാമ്പസിൽ 39,644 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ കേരളത്തിലുള്ള മണ്ണുത്തിയിലെ വെറ്റിനറി ക്യാമ്പസിൽ ലാസ്റ്റ് റാങ്ക് ലഭിച്ചിട്ട് ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. വയനാട് പൂക്കോടുള്ള വെറ്റിനറി ക്യാമ്പസിൽ 58,957 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലാസ്റ്റ് റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളിലുള്ള വെറ്റിനറി കൗൺസിലിൻ്റെ കോഴ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ വേണ്ടി മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായി എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറുകളും കൃത്യമായ ഡേറ്റുകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ചെയ്യുന്നതിലൂടെ പുതിയ അപ്ഡേറ്റ്സുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് എത്തുന്നതിനോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. സംശയങ്ങൾ തീർത്തു തരാൻ, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷന് നല്ലൊരു മാർക്ക് ലഭിച്ചില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് ലഭിച്ചില്ല, ക്യാമ്പസ് ലഭിച്ചില്ല, അവിടെയും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് 2025 എക്സാമിനേഷൻ ഏറ്റവും മികച്ചതാക്കി മാറ്റാം. കാരണം കഴിഞ്ഞ 25 ഇയേഴ്സായി വിദ്യാർത്ഥികളെ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് ആൽഫ അക്കാഡമി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പേഴ്സണൽ അറ്റൻഷനിലൂടെ. ഇനി നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, +1 +2 ഒരു റിപ്പീറ്റ് ചെയ്യാതെ +1 +2നോടൊപ്പം എൻട്രൻസ് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിച്ച് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താനോ, അതുപോലെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളെ പഠിപ്പിച്ച് വിജയിപ്പിക്കാനും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഇനി നമുക്ക് സ്ട്രേ വേക്കൻസിയെക്കുറിച്ച് നോക്കാം. ഈ സെക്കൻഡ് റൗണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 24 മുമ്പായി നാം കോളേജുകളിൽ അഡ്മിഷൻ നേടണം. ഈ അഡ്മിഷൻ നേടുമ്പോൾ നാം ക്യാമ്പസിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസുകൾ എന്തൊക്കെയെന്നുള്ളത് vciadmissions.in എന്ന വെബ്സൈറ്റിൽ
വിശദമായി തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നാം പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ ഡോക്യുമെൻറ്റ്സുമായി വേണം നാം ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ആൽഫ അക്കാഡമിയുടെ ഇതിന് മുമ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വെറ്റിനറി കൗൺസിലിലെ ഡീറ്റെയിൽസ് ഉള്ള ആ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രേ വേക്കൻസി ഈ സെപ്റ്റംബർ 25-നാണ് സ്ട്രേ വേക്കൻസിക്കായി നാം ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. 2 ദിവസം മാത്രമാണ് അതിന് സമയമുള്ളത്, സെപ്റ്റംബർ 25-നും 26-നും. അത് 25-ന് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണിക്കാണ്. ചോയ്സ് ഫില്ലിംഗ് ഫിനിഷ് ചെയ്യുന്നത്, ലോക്കിംഗ് ഉൾപ്പെടെ ഫിനിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? 26-ന് നൈറ്റ് 11 o'clock വരെയാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളായി 25-നും 26-നുമായിട്ട് വേണം സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നാം ചോയ്സ് ഫില്ല് ചെയ്യാൻ. ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ പറ്റുക. ഇനി ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും നമ്മൾ പങ്കെടുത്തു, ഏതെങ്കിലും റൗണ്ടിൽ ഒരു ക്യാമ്പസിൽ അലോട്ട് ചെയ്തു, നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു, നാം ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുത്തു, നമുക്ക് അലോട്ട്മെന്റ് വന്നു, ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് മെമ്മോ വന്നു, അലോട്ട്മെന്റ് ലഭിച്ചു, കോളേജിൽ ജോയിൻ ചെയ്തില്ല, അങ്ങനെ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഒരു അലോട്ട്മെന്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്ട്രേ വേക്കൻസിയിൽ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരമുള്ളത്. ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു അലോട്ട്മെന്റ് ലഭിച്ചു, നാം ജോയിൻ ചെയ്യാതിരുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്തു, 2 വിദ്യാർത്ഥികൾക്കും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പെർമിഷൻ ഇല്ല. ഇനി സ്ട്രേ വേക്കൻസി നാം പങ്കെടുക്കണമെങ്കിൽ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുത്തു, എനിക്കൊരു കോളേജിൽ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രേ വേക്കൻസി പങ്കെടുക്കണം, 25-നും 26-നുമായി ചോയ്സ് ഫില്ല് ചെയ്യാം. ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാറ്റഗറി വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം 50,000 റുപ്പീസാണ് സ്ട്രേ വേക്കൻസിയുടെ ഫീസ് വരിക. SC ST കാറ്റഗറിയിലോ PWD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 25,000 റുപ്പീസ് മാത്രം ഫീസ് റെമിറ്റ് ചെയ്താൽ മതിയാവും. ഇനി സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 28-നാണ്. നാം 25-നും 26-നുമായി ചോയ്സ് ഫില്ല് ചെയ്തു, 28-ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. 28-ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു കോളേജ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നാം നിർബന്ധമായും ക്യാമ്പസിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് 50,000 25,000 എത്രയാണോ നാം റെമിറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഫീസ് നഷ്ടപ്പെടും. നമുക്കൊരു കോഴ്സ് അനുവദിച്ചു, നാം ക്യാമ്പസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ ടോട്ടൽ ഫീസിനകത്തുനിന്ന് ലെസ് ചെയ്യും, നമുക്ക് ആ കോഴ്സ് ഫീസായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഒരു വെറ്റിനറി കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, നമുക്കറിയാം MBBS-നോടും BDS-നോടും ഒപ്പം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന 2 കോഴ്സാണ് വെറ്റിനറിയും അഗ്രികൾച്ചറും. ഇതിൽ ഈ വെറ്റിനറി കോഴ്സിന് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുകയും നമുക്കൊരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് എൻട്രൻസ് കമ്മീഷൻ നമുക്ക് വെറുതെ ഒരു കോഴ്സോ കോളേജോ തരുന്നതല്ല. നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുകയാണ്. എന്താണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നാം എൻട്രൻസ് കമ്മീഷനോട് ചോദിക്കുന്ന കോഴ്സും ക്യാമ്പസുമാണ് എൻട്രൻസ് കമ്മീഷൻ തരുന്നത്. അത് പ്രയോറിറ്റി അനുസരിച്ച്. ഞാൻ ചോദിക്കാത്തതൊന്നും ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ സീറ്റ് വേക്കൻ്റായി കിടന്നാൽ പോലും നാം ചോയ്സിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ തരത്തില്ല. അപ്പം നാം ചോദിക്കുന്ന ക്യാമ്പസിൽ മാത്രമാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതിന് ശേഷം നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, എനിക്കിത് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുന്നത്. അപ്പം നിർബന്ധമായും നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നാം എൻട്രൻസ് കമ്മീഷനോട് ചോദിച്ചു കഴിയുമ്പോൾ അലോട്ട് ചെയ്താൽ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഏത് ക്യാമ്പസിലാണെങ്കിലും ഞാൻ പോയി പഠിക്കുമെന്ന് ഉറപ്പുള്ള ക്യാമ്പസും കോഴ്സും മാത്രമേ
ചോയ്സ് ഫില്ലിങ്ങിൽ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി സബ്മിറ്റ് ചെയ്യുന്നത് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചായിരിക്കണം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ UG കൗൺസിലിങ്ങിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. സ്റ്റേ വേക്കൻസി പങ്കെടുക്കാൻ ഇല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു. ആ അഡ്മിഷൻ ലഭിച്ചതിലൂടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. കൃത്യമായി പങ്കെടുക്കുക. ഇനി ഇതിനോടൊപ്പം നമുക്കറിയാം ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 27ന് മുമ്പായി ഒരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിലാണെങ്കിൽ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 25ന് മുമ്പായി ചോയ്സ് ഫില്ല് തീർക്കുകയും വേണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസിലൂടെ പോകുന്ന ഈ ഓൾ ഇന്ത്യ MBBS BDS, കേരളയുടെ MBBS BDS അലോട്ട്മെൻറ്റ്, ഇതിനോടൊപ്പം വെറ്റിനറി കോഴ്സിന് നമ്മുടെ കേരളത്തിലുള്ള പൂക്കോടും മണ്ണൂത്തി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കേരളത്തിലെ മുഴുവൻ കോഴ്സിലേക്കും, അവിടെ വെറ്റിനറി മാത്രമല്ല അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും സിദ്ധായും യുനാനിയും ഹോമിയോയും ആയുർവേദവും ഇതുപോലുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത് കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. അതിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നേടിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി MBBSോ BDSോ ഇന്ത്യ മുഴുവനുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ആവട്ടെ, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങോ ഡീംഡ് ക്യാമ്പസുകളോ ഗവൺമെൻറ് സീറ്റുകളോ ഇനി ബാക്കി വരുന്ന ഏത് കോഴ്സും ആവട്ടെ, നമുക്ക് അർഹതപ്പെട്ടതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു കോഴ്സ് വേണം പഠിക്കാൻ. അല്ലാതെ എനിക്കൊരു ചോയ്സ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു എന്നതുകൊണ്ട് നാം ഒരു കോഴ്സ് പഠിക്കുന്നതിലേക്ക് പോവാതെ, ഇത് നമ്മുടെ ലൈഫാണ്. ഇനി ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ലൈഫ് ലോങ് ഈ ഒരു കോഴ്സിലൂടെയാണ് നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യേണ്ടത്, പ്രൊഫഷനാക്കി മാറ്റേണ്ടത്, ഡെസിഗ്നേഷനാക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ കോഴ്സ് സെലക്ട് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം സെലക്ട് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കോഴ്സ് ലഭിക്കുന്നില്ലെങ്കിൽ 2025 റിപ്പീറ്റിനായി ആൽഫയുടെ ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാം. റിസൾട്ട് നേടി നിങ്ങൾക്ക് മടങ്ങാം. എല്ലാവരോടും പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ഓർമ്മപ്പെടുത്തലോടെ ബെസ്റ്റ് വിഷസ്.